ഹലോ ഡിയർ സ്റ്റുഡൻസ്, കോമക്സ് ട്യൂട്ടോറിയലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം ഫസ്റ്റ് സെമസ്റ്ററിലെ ബിസിനസ് മാനേജ്മെൻറ്റ് എന്ന സബ്ജക്റ്റിലെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നാലാമത്തെ മൊഡ്യൂൾ അഥവാ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി CSR എന്ന ആ ഒരു മൊഡ്യൂളിലെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നേരെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫസ്റ്റ് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ വാട്ട് ഈസ് CSR അല്ലെങ്കിൽ ഡിഫൈൻ CSR എന്താണെന്ന് നിർബന്ധമായിട്ടും പഠിക്കണം. എസ്സേ ചോദിക്കുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് എവിടെ ചോദിക്കുകയാണെങ്കിലും ഇത് എഴുതാൻ പറ്റും, CSRുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ ഡിഫൈൻ CSR എന്താണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ദെൻ വാട്ട് ഈസ് കോർപ്പറേറ്റ് സിറ്റിസൺഷിപ്പ്, ഇമ്പോർട്ടൻ്റ് ആണ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് കോർപ്പറേറ്റ് ഗവേണൻസ്. ദെൻ വാട്ട് ഈസ് കോർപ്പറേറ്റ് ഫിലാന്ത്രോപ്പി. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ട് പഠിക്കുക. ചെറിയൊരു ചാപ്റ്ററാണ് ഈ CSR എന്നുള്ളത്, CSR മാത്രമേ അതിൽ പഠിക്കാനുള്ളൂ. പിന്നെ ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് CSR, എന്തൊക്കെയാണ് CSRൻ്റെ ഫീച്ചേഴ്സ്. പിന്നെ എക്സ്പ്ലെയിൻ ദ ഹിസ്റ്ററി ഓഫ് CSR, അത് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി, അധികം ഇമ്പോർട്ടൻ്റ് അല്ല. ദെൻ ഇമ്പോർട്ടൻസ് ഓർ ബെനിഫിറ്റ് ഓഫ് CSR, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അതിൻ്റെ ബെനിഫിറ്റ് എന്താണ്. പിന്നെ ആരൊക്കെയാണ് CSRൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ഹു ആർ ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഓഫ് CSR. നെക്സ്റ്റ് സ്റ്റെപ്സ് ഇൻ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് CSR, CSR ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ സ്റ്റെപ്സ് ഏതൊക്കെയാണ്, ഇതൊക്കെ നിങ്ങൾ പഠിക്കുക. ഓക്കെ, ഇനി എസ്സേ ക്വസ്റ്റ്യനിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ CSRനെ എഗെയിൻസ്റ്റ് ആയിട്ട് അനുകൂലിച്ചിട്ടും അതേപോലെ പ്രതികൂലിച്ചിട്ടും പറയുന്നത്, എഗെയിൻസ്റ്റ് ആയിട്ടും ഫേവറായിട്ടും പറയുന്ന ആർഗ്യുമെൻറ്റ്സ് പഠിച്ചു പോവുക. ഓക്കെ, അപ്പോൾ ബിസിനസ് എത്തിക്സിൻ്റെ ഫേവറും അതേപോലെ എഗെയിൻസ്റ്റും പഠിക്കുക, അതേപോലെ CSRൻ്റെതും പഠിക്കുക. ഓക്കെ, നെക്സ്റ്റ് എക്സ്പ്ലെയിൻ കോർപ്പറേറ്റ് റെസ്പോൺസിബിലിറ്റി ടു വാർഡ് ഡിഫറെൻറ്റ് സെക്ഷൻ ഓഫ് ദി സൊസൈറ്റി. സമൂഹത്തിലെ ഓരോ ഡിഫറെൻറ്റ് സെക്ഷൻസ് അതിനോടുള്ള കോർപ്പറേറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുക. ഓക്കെ, ഇതൊക്കെ ജനറൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ഓൺ വേർഡ്സിലൊക്കെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പോയിൻ്റ് എഴുതാം. എന്തായാലും ബുക്കിലുണ്ട്, അപ്പോൾ ആ പോയിൻ്റൊക്കെ പഠിച്ചിട്ട് എഴുതാം. ഞാൻ വീണ്ടും പറയുന്നു, എസ്സേ എഴുതുമ്പോൾ നിങ്ങൾ പോയിൻ്റ് എഴുതുക, അതിൻ്റെ എക്സ്പ്ലനേഷനും കൂടി എഴുതണം. എക്സ്പ്ലനേഷൻ ഡീറ്റെയിൽ ആയിട്ട് എഴുതണം. ഷോർട്ട് എസ്സേ ആണെങ്കിലും ലോങ് എസ്സേ ആണെന്നുണ്ടെങ്കിലൊക്കെ അങ്ങനെ എക്സ്പ്ലനേഷൻ എഴുതണം. വെറും പോയിൻ്റ് മാത്രം എഴുതിച്ചാൽ അതിനുള്ള കുറച്ച് മാർക്കുമേ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഇത്രയും പോയിൻ്റുകൾ പഠിച്ചിട്ട് നല്ല രീതിയിൽ എക്സാം എഴുതാം.